ഇന്ന് അടിപൊളി ഒരു വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കാം. അതിനായി ഒരു ബൗളിൽ ഒരു തവി തൈര്, അര സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ ബിരിയാണി മസാല, അര സ്പൂൺ ഗരം മസാല, 1.5 സ്പൂൺ ഉപ്പ്. ഇനിയും നന്നായി മിക്സ് ചെയ്യുക. ഒരു സവോള കഷ്ണങ്ങളാക്കിയത്, 2 പച്ചമുളക് അരിഞ്ഞത്. ഇനിയും വെജിറ്റബിൾ ആഡ് ചെയ്യുക. അതിനായി കോളിഫ്ലവർ, ക്യാരറ്റ്, ബീൻസ്, പൊട്ടറ്റോ ചെറുതായി അരിഞ്ഞത്. ഇനിയും ചൂടുവെള്ളത്തിൽ കഴുകി വൃത്തിയാക്കിയെടുത്ത 1/2 കപ്പ് സോയാബീൻ, 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 പിടി പുതിനയില, 1 പിടി മല്ലിയില. ഇത്രയും ചേർത്ത് കഷ്ണങ്ങളിലെല്ലാം നന്നായി മിക്സ് ചെയ്ത് മസാല പിടിപ്പിക്കുക. ഒരു വലിയ സവോള വറുത്തെടുത്തത് കൈകൊണ്ട് പൊടിച്ചിടുക. ഒന്നുകൂടി നന്നായി മിക്സ് ചെയ്യുക. ഒരു നോൺ സ്റ്റിക്ക് പാത്രം വെച്ച് പാത്രം ചൂടായി കഴിയുമ്പോൾ 1 സ്പൂൺ നെയ്യും 1 സ്പൂൺ സൺഫ്ലവർ ഓയിലും ഒഴിച്ച് ഒന്ന് ചൂടായി കഴിയുമ്പോൾ മാരിനേറ്റ് ചെയ്തു വെച്ചിരിക്കുന്ന വെജിറ്റബിൾ എല്ലാം ഇട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് 15 മിനിറ്റ് വേവിക്കുക. ഇനിയും അടപ്പ് തുറന്ന് ഇളക്കിയതിന് ശേഷം വെജിറ്റബിൾ മസാല പകുതി മാറ്റിവെക്കുക. ഒരു കപ്പ് ബസുമതി റൈസ് വേവിച്ചെടുത്തത് ആദ്യത്തെ ലെയർ ഇട്ടതിന് ശേഷം വറുത്തെടുത്ത് വെച്ചിരിക്കുന്ന സവോള, അല്പം പുതിനയില, അല്പം മല്ലിയിലയും ചേർത്തതിനു ശേഷം നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന വെജിറ്റബിൾ മിക്സ് ചേർത്ത് മൂന്ന് സ്പൂൺ പാലിൽ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തുണ്ടാക്കിയ മിശ്രിതം അല്പം ഒഴിച്ച് 1/2 സ്പൂൺ ബിരിയാണി മസാല ഇട്ടതിനു ശേഷം അടുത്ത ലെയർ റൈസ് ചേർത്ത് ബാക്കിയുള്ള വറുത്തെടുത്ത സവാളയും മല്ലിയില, പുതിനയില ഇത്രയും ഇട്ട് പാലിൽ മഞ്ഞൾപ്പൊടി ചേർത്തുണ്ടാക്കിയ മിശ്രിതവും ചേർത്ത് ആവി കയറുവാനായി ഒരു കമ്പിയോ സ്പൂണോ ഉപയോഗിച്ച് ഇതുപോലെ ഇടയ്ക്ക് ഹോൾ ഇട്ട് കൊടുക്കുക. അതിനുശേഷം അടച്ചു വെച്ച് അടപ്പിൻ്റെ എയർ ഹോൾ ഒരു ഗ്രാമ്പൂ കൊണ്ട് അടയ്ക്കുക. ചെറുതീയിൽ 10 മിനിറ്റ് വേവിക്കുക.
ഇപ്പോൾ രുചികരമായ വെജിറ്റബിൾ ബിരിയാണി റെഡിയായി കഴിഞ്ഞു. ഇത് കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടമാകും. സലാഡോ പപ്പടമോ കൂട്ടി കഴിക്കുവാനോ അതുമല്ലെങ്കിൽ ചിക്കനോ ബീഫിൻ്റെ കൂടെയോ കഴിക്കുവാൻ വളരെ നല്ലതാണ്. ഇത് എല്ലാവരും ട്രൈ ചെയ്തതിന് ശേഷം റിസൾട്ട് കമൻ്റായി അറിയിക്കണേ. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.